മക്കളെ മക്കളെ നമ്മൾ +1 ക്രിസ്മസ് എക്സാമിൻ്റെ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു ഡിസ്കസ് ചെയ്യേണ്ടിരുന്നത്. സോ 3 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് എങ്ങനെയൊക്കെയാണെന്നും അതെങ്ങനെ സോൾവ് ചെയ്യാമെന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത് 6 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലെ. അത് 4 എണ്ണത്തിൽ 3 എണ്ണം നിങ്ങൾ എഴുതിയാൽ മതി. അത് തന്നെയാണ് ഇത്തവണയും വരാൻ പോകുന്നത്. സോ ഏതൊക്കെയായിരുന്നു കഴിഞ്ഞ വർഷം ചോദിച്ച 4 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. 4 നമുക്ക് സോൾവ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. സോ ഇതേ മോഡൽ തന്നെയായിരിക്കും നിങ്ങൾക്ക് ഇത്തവണയും വരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സെറ്റിൽ നിന്നായിരുന്നു. വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, വളരെ എളുപ്പം. റൈറ്റ് എ ആൻഡ് ബി ഇൻ റോസ്റ്റർ ഫോം. ഇവിടെ എയും ബിയും തന്നിട്ടുണ്ട് മക്കളെ. എ എന്ന് പറഞ്ഞാൽ സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് എൻ എക്സ് ലെസ് ദാൻ ഈക്വൽ 6. സോ എയും ബിയും തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റോസ്റ്റർ ഫോമിൽ എഴുതാനാണ് മക്കളെ പറഞ്ഞത്. സോ നമുക്ക് റോസ്റ്റർ ഫോമിൽ എഴുതി വെക്കാം. ആദ്യം തന്നെ റോസ്റ്റർ ഫോമിൽ എഴുതാനാണ്. സോ എ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വായിച്ചു നോക്കിയേ. എ എന്ന് പറഞ്ഞാൽ എക്സ് എലമെൻറ്റ് ഓഫ് എൻ നാച്ചുറൽ നമ്പറാണ്. എവിടെ നിന്ന് ഇവിടം വരെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. 6-നേക്കാൾ ചെറിയ നാച്ചുറൽ നമ്പർ മക്കളെ ഏതൊക്കെയാണ്? എ എന്ന് പറഞ്ഞ് എടുത്തെഴുതിക്കേ. 6-നേക്കാൾ ചെറിയ നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ 1 2 3 4 5. ഇവിടെ മക്കളെ ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൂടെ ഉള്ളതുകൊണ്ട് 6ഉം കൂടെ ഉൾപ്പെടും. അപ്പോൾ 6ഉം കൂടെ വരും. ഓക്കെ, എ എഴുതി. നമുക്ക് ബി എഴുതാം. ബി എന്ന് പറയുമ്പോൾ സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പ്രൈം നമ്പർ ലെസ് ദാൻ 10. പ്രൈം നമ്പർ 10-നേക്കാൾ ചെറിയ പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? പ്രൈം നമ്പേഴ്സ് 2 3 5 7 9ഉം 10ഉം ഒന്നും ഇല്ലല്ലോ. അപ്പോൾ പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. 2 3 5 7. സോ ഇത് രണ്ടും എഴുതി. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 2 മാർക്ക് സിമ്പിളായിട്ട് കിട്ടി. ഓരോ മാർക്ക് വീതമായിരുന്നു. സിമ്പിളായിട്ട് 2 മാർക്ക് കിട്ടി. സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നതാണ് എ യൂണിയൻ ബിയും എ ഇൻ്റർസെക്ഷൻ ബി എഴുതുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ എ യൂണിയൻ ബിയും എ ഇൻ്റർസെക്ഷൻ ബിയും എഴുതുക. യൂണിയൻ ഇൻ്റർസെക്ഷനും വളരെ എളുപ്പമുള്ള ടേംസ് ആണ്. എന്താണ് യൂണിയൻ? എയും ബിയും കൂടെ ചേർത്തങ്ങ് എഴുതണം മക്കളെ. 1 തൊട്ട് 6 വരെയും പിന്നെ 3 5 7. നിങ്ങൾക്ക് ഓർഡർ ഒന്നുമില്ല. സോ ഇഷ്ടമുള്ള പോലെ എഴുതാം. ഞാനപ്പോൾ ആദ്യം എ എഴുതുവാണ്. 1 2 3 4 5 6 6 വരെ. പിന്നെ ബി എഴുതാം. 2 3 5 7. ഓക്കെ, 2 ഓൾറെഡി എഴുതി, 3 എഴുതി, 5 എഴുതി, പിന്നെ 7ഉം കൂടെ ഉള്ളൂ. സോ 1 2 3 4 5 6 7 എന്നുള്ളതാണ് നമ്മുടെ യൂണിയൻ. ഇനി ഇൻ്റർസെക്ഷൻ. ഇൻ്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് മാത്രം എടുത്ത് എഴുതുക. കോമൺ ആയിട്ട് വരുന്നത് ഏതാണ്? 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട് അല്ലേ? 2 3 5 മാത്രമേ ഉള്ളൂ കോമൺ ആയിട്ടുള്ളത്. സോ 2 3 5. വീണ്ടും എളുപ്പം 2 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റി. നെക്സ്റ്റ് വെരിഫൈ ചെയ്യുക. ഇതെന്താണെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റണം. എന്താണത്? ഡി മോർഗൻസ് ലോ ഓർമ്മയുണ്ടോ? ഡി മോർഗൻസ് ലോ ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു കേട്ടോ നമ്മുടെ. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻ്റ് എന്ന് തെളിയിക്കണം. അപ്പോൾ എങ്ങനെ തെളിയിക്കാൻ നോക്കാം. എ ഇൻ്റർസെക്ഷൻ ബി, അത് ഞാനിവിടെ LHS RHS എന്ന് എഴുതുവാണേ. സോ അതിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും സെയിം ആണെന്ന് നമുക്ക് തെളിയിക്കണം. സോ ആദ്യം ഞാൻ LHS കണ്ടുപിടിക്കുവാണ്. അതിനുശേഷം RHS കണ്ടുപിടിക്കാം. ഓക്കെ, LHS ഈക്വൽ ടു RHS എന്ന് നമുക്ക് തെളിയിക്കണം. ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഇൻ്റർസെക്ഷൻ ബിയുടെ കോംപ്ലിമെൻ്റ് ആണ്. അപ്പോൾ ആദ്യം ഞാൻ എ ഇൻ്റർസെക്ഷൻ ബി കണ്ടുപിടിക്കാൻ പോവാണ്. അതിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ഓൾറെഡി. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ എന്താണ്? 2 3 5. സോ അത് വീണ്ടും ഞാൻ എടുത്ത് എഴുതാം. 2 3 5. മക്കളെ എ ഇൻ്റർസെക്ഷൻ ബിയുടെ കോംപ്ലിമെൻ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 2 3 5 എന്നുള്ളതാണ് എ ഇൻ്റർസെക്ഷൻ ബി. അത് കളഞ്ഞിട്ട് ബാക്കിയുള്ളത് എഴുതണം. എവിടെ നിന്ന്? യൂണിവേഴ്സൽ സെറ്റ്. ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യനിൽ യു തന്നിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലായോ? കാരണം യു ഇത്രയും നേരം നമുക്ക് ആവശ്യമില്ലായിരുന്നു. അപ്പോൾ ഈ കോംപ്ലിമെൻ്റ് എഴുതുമ്പോൾ എപ്പോഴും എന്താണ്? തന്നിരിക്കുന്ന സെറ്റിനെ കളഞ്ഞിട്ട് ബാക്കിയുള്ള എലമെൻറ്റ്സ് യൂണിവേഴ്സൽ സെറ്റിന് പെറുക്കി എഴുതണം. അപ്പോൾ ഇവിടെ 2 3 5 കളഞ്ഞു. ഇവിടെ യൂണിവേഴ്സൽ സെറ്റ് എവിടെ തൊട്ട് എവിടെ വരെയാ? 1 തൊട്ട് 10 വരെയാണേ. അപ്പം നിങ്ങൾ നോക്കിക്കോ, 2 3 5 കളഞ്ഞു. ബാക്കിയുള്ളതൊന്ന് എഴുതിക്കേ. 1 2 ഇല്ല, 3 ഇല്ല, പിന്നെ 4 5 കളഞ്ഞു. ബാക്കി 6 7 8 9 10. ഇതാണ് നമ്മുടെ എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. ഓക്കെ, ലെഫ്റ്റ് സൈഡ് കിട്ടി. ഇനി റൈറ്റ് സൈഡ് എന്താണ്? എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. അപ്പോൾ നമുക്കാദ്യം എ കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കണം. എ കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ എ എന്താണെന്ന് നോക്കിയേ. 1 2 3 4 5 6 വരെ അല്ലേ? അതിനെ അങ്ങ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബാക്കിയുള്ള എഴുതിക്കേ. യൂണിവേഴ്സിറ്റി 1 തൊട്ട് 10 വരെയാണ്. അപ്പോൾ 6 വരെ കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഏതൊക്കെയാണ്? 7 8 9 10. അതാണ് എ കോംപ്ലിമെൻറ്റ്. ഇനി ബി കോംപ്ലിമെൻറ്റ്.
ഇതേപോലെ ബി കളാ. ബി എന്ന് പറഞ്ഞാൽ എന്താണ്? 2, 3, 5, 7 ആണ്. അത് കളഞ്ഞിട്ട് ബാക്കിയുള്ള എഴുതണം മക്കളെ. 1, 2 കളഞ്ഞു, 3 കളഞ്ഞു, 4, 5 കളഞ്ഞു, 6, 7 കളഞ്ഞു, 8, 9, 10. ഓക്കെ അല്ലേ? ഇത് ചേർത്തങ്ങ് എഴുതിക്കേ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്നാണ്. യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടും കൂടെ ചേർത്ത് എഴുതുക. ഞാൻ ചേർത്ത് എഴുതാൻ പോവാണേ. 1, 4, 6, 7, 8, 9, 10. ഓർഡറിൽ എഴുതാം, ഇല്ലെങ്കിൽ ഇഷ്ടമുള്ള പോലെ എഴുതാം. രണ്ട് സെയിം ആണെന്ന് നോക്കിയാൽ മക്കളെ. 1, 4, 6, 7, 8, 9, 10. 1, 4, 6, 7, 8, 9, 10. രണ്ടും കിഡിലിനായിട്ട് നമുക്ക് സെയിം ആയിട്ട് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് എഴുതി വയ്ക്കാം? therefore LHS equal to RHS. hence proved. നമ്മൾ പ്രൂവ് ചെയ്തു. സിമ്പിളായിട്ട് ആ 6 മാർക്ക് കിട്ടിയാണ്ടോ? സിമ്പിളായിട്ട് നമുക്ക് ആ 6 മാർക്ക് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് 18ാമത്തെ ക്വസ്റ്റ്യൻ. പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ ആയിരുന്നു മക്കളെ. ഇതേ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക്, ഇതേ മോഡൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇത്തവണയും പ്രതീക്ഷിക്കാം. ഒരു വേർഡ് തന്നിട്ട് അതിൻ്റെ പെർമ്യൂട്ടേഷൻ കണ്ടുപിടിക്കാനും, പിന്നെ വവൽസ് ഒരുമിച്ച് എഴുതുക, അല്ലെങ്കിൽ ഏതെങ്കിലും ലെറ്റേഴ്സ് ഒരുമിച്ച് എഴുതുക, എ വെച്ച് തുടങ്ങുക, ബി വെച്ച് സ്റ്റാർട്ട് ചെയ്യുക, ബി വെച്ച് അവസാനിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടമുള്ള രീതിയിൽ അവർ ചോദിക്കും. അപ്പം നിങ്ങൾ ഒരു കൺസെപ്റ്റ് എന്ന രീതിയിൽ ഇത് മൊത്തം പഠിച്ചു വെക്കണം. ഏത് ലെറ്റർ വേണം, ഏത് വേർഡ് വേണം എന്നോട്ടെ നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. ഇവിടെ ഇപ്പം നിങ്ങൾ നോക്കിക്കോണേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ട്രിഗ്നോമെട്രി എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ആയിരുന്നു, വേർഡായിരുന്നു. ട്രിഗ്നോമെട്രി എന്ന് പറയുമ്പോൾ TRIGONOMETRY. ട്രിഗോണോമെട്രി എന്നാണ് എഴുതുന്നത്. സ്പെല്ലിങ് ട്രിഗോണോമെട്രി എന്നാണെങ്കിലും ട്രിഗ്നോമെട്രി നമ്മൾ ഉച്ചരിക്കും. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ അറേഞ്ച്മെൻറ്റ്സ്, ഫൈൻഡ് ദ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും അവർ ചോദിച്ചിട്ടില്ലെങ്കിലും മക്കളെ ഫസ്റ്റ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ട കാര്യം ടോട്ടൽ അറേഞ്ച്മെൻ്റ് ആണ്. അല്ലെങ്കിൽ ടോട്ടൽ അറേഞ്ച്മെൻറ്റിനെ പറയുന്ന പേരാണ് പെർമ്യൂട്ടേഷൻ. അറേഞ്ച്മെൻറ്റിൻ്റെ മറ്റൊരു പേരാണ് പെർമ്യൂട്ടേഷൻ. ഓക്കെ, ടോട്ടൽ പെർമ്യൂട്ടേഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് മക്കളെ? പഠിച്ചിരിക്കണം നിങ്ങൾ. മസ്റ്റായിട്ട് ഏതൊരു വേർഡ് തന്നാലും നിങ്ങളുടെ പബ്ലിക് എക്സാമിന് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ കാണും, നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ കാണും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? ടോട്ടൽ പെർമ്യൂട്ടേഷൻ ഒരു ലെറ്ററിൻ്റെ, ഒരു വേർഡിൻ്റെ കണ്ടുപിടിച്ച് വെച്ചിരിക്കണം. എങ്ങനെയാണ് ടോട്ടൽ പെർമ്യൂട്ടേഷൻ കണ്ടുപിടിക്കുന്നത്? ടോട്ടൽ എത്ര ലെറ്റേഴ്സ് ഉണ്ടെന്ന് നോക്കി. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. നിങ്ങൾ ചെയ്യേണ്ടത് 12 ഫാക്ടോറിയൽ ബൈ റിപ്പീറ്റ് ചെയ്യുന്ന ലെറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കണം മക്കളെ. റിപ്പീറ്റ് ചെയ്യുന്നത് ടി ഉണ്ടല്ലേ. ടി എത്ര ഉണ്ട്? 1, 2, 2 ടി ഉണ്ട്. പിന്നെ ഏതാണ്? 6 ഉണ്ട്. 6 2 ഉണ്ട്. പിന്നെ ഐ ഇല്ല, ജി ഇല്ല, ഓ 2 ഉണ്ട്, എൻ ഇല്ല, എം ഒരെണ്ണേ ഉള്ളൂ, ടി ആർ. ഓക്കെ, അപ്പോൾ ടിയും ആറും ഓയും ഉണ്ട്. എത്ര വീതമുണ്ട്? 2 വീതമുണ്ട്. സോ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ അടിച്ചാൽ മതി, നിങ്ങൾക്ക് ആൻസർ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ ഇത് അങ്ങ് അടിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആൻസർ കിട്ടും മക്കളെ. നിങ്ങൾ കാൽക്കുലേറ്റർ ചെയ്യുമ്പോഴേ 12 ഫാക്ടോറിയൽ അടിക്കുക. ഫാക്ടോറിയൽ എന്ന് ബട്ടൺ നിങ്ങൾക്ക് അറിയാം, കാൽക്കുലേറ്ററിലുണ്ട്. ഡിവൈഡർ ബൈ അടിക്കുക. അതിനുശേഷം ബ്രാക്കറ്റിനകത്ത് വേണം ഈ സാധനം അടിച്ചു കൊടുക്കാൻ. ഏത്? 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. മസ്റ്റായിട്ട് ഈ ബ്രാക്കറ്റ് ഇട്ടിരിക്കണം, ഇല്ല നിങ്ങൾക്ക് ആൻസർ കിട്ടത്തില്ല കേട്ടോ. ഇത് എത്ര കിട്ടും മക്കളെ? 5 9 8 7 5 2 0 0 എന്ന് കിട്ടും നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ അല്ലേ. 5 9 8 7 5 2 0 0. ഓക്കെ, ടോട്ടൽ പെർമ്യൂട്ടേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ക്ലിയർ ആണോ മക്കളെ? ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും റിപ്പീറ്റ് ചെയ്യുന്ന ഇങ്ങനെ സൈഡിലായിട്ട് എടുത്തെഴുതുക. റിപ്പീറ്റ് ചെയ്യുന്നത് കണ്ടോ, TRO എന്ന് പറഞ്ഞിങ്ങനെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന എടുത്തെഴുതി. അത് എത്രയാണോ ആ നമ്പറിൻ്റെ പെർമ്യൂട്ടേഷൻ ഫാക്ടോറിയൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അടുത്തത്, ഡു ദ വേർഡ് സ്റ്റാർട്ട്സ് വിത്ത് ടി. ടി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര വേർഡ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും? അതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് പാർട്ട്, എ പാർട്ട്. ടി വെച്ച് സ്റ്റാർട്ട് ചെയ്യണം അല്ലേ? സിമ്പിളാണ്, ടി വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ, ടി വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ TRIGONOMETRY ട്രിഗോണോമെട്രി. ഓക്കെ, ടി വെച്ച് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ മക്കളെ ടി അങ്ങളാ. ടി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ടി അങ്ങളാ. ബാക്കിയുള്ളതിൻ്റെ പെർമ്യൂട്ടേഷൻ എടുത്താൽ മതി. ഇനി വൈ വെച്ച് അവസാനിക്കണമെന്ന് പറഞ്ഞാൽ വൈ അങ്ങൾ വേണം. ക്ലിയർ ആയോ? ടി വെച്ച് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ 6 വെച്ച് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ആദ്യം എഴുതിയിട്ട് അതങ്ങ് വെട്ടിക്കളാം.
ബാക്കിയുള്ളതിൻ്റെ പെർമിറ്റേഷൻ കണ്ടുപിടിച്ചാൽ മതി. ഇനി ഇതേ ടി ഞാൻ കളഞ്ഞേ, ടി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ടി അങ്ങ് കളഞ്ഞു, ഒരു ടി ഫ്രണ്ടിലായിട്ട് അതങ്ങ് കളഞ്ഞു. ഓക്കെ, ഇനി ബാക്കി റിപ്പീറ്റ് ചെയ്യുന്ന ഏതൊക്കെയാണെന്ന് നോക്കിയാൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നമുക്ക് എടുത്ത് എഴുതാം. 6 ഒരെണ്ണേ ഉള്ളൂ, 6 രണ്ടെണ്ണം ഉണ്ട്, ടി ഒരെണ്ണേ ഉള്ളൂ, പിന്നെ ഓ രണ്ടെണ്ണം ഉണ്ട്, ഇത്രയല്ലേ ഉള്ളൂ. ഇനി ഇതേപോലെ തന്നെ കണ്ടുപിടിച്ച് നോക്കാം. പെർമിറ്റേഷൻ എന്ത് വരും? ടോട്ടൽ ഇപ്പം 12 ഇപ്പോൾ ഒരെണ്ണം കളഞ്ഞപ്പോൾ 11 ഫാക്ടോറിയൽ. 11 ഫാക്ടോറിയൽ ബൈ റിപ്പീറ്റ് ചെയ്യുന്ന ഇവിടെ രണ്ടെണ്ണേ ഉള്ളൂ, സോ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. ഇത് കാൽക്കുലേറ്റർ അടിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും 9979200 9979200 എന്ന് ആൻസർ കിട്ടും. കിട്ടിക്കാണും അല്ലേ? അപ്പോൾ ഇത്രയുള്ള മക്കളെ ടി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ടി ഫ്രണ്ടിലായിട്ട് കളയുക. ഇനി 6 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന 6 ഫ്രണ്ടിലായിട്ട് 6 കളയുക. ഇനി 6 കളയുന്ന പറയുമ്പോൾ 6 രണ്ടെണ്ണം കളയല്ലേ, 6 ഒരെണ്ണം, ഒരു ലെറ്റർ വെച്ചല്ലേ നമ്മളൊരു വേർഡ് തുടങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 6 വെച്ച് തുടങ്ങാന്ന് പറഞ്ഞാൽ 6 എഴുതിയിട്ട് ഇങ്ങനെ വെട്ടിക്കളയുക. 6 നിങ്ങൾ കൂട്ടണ്ട, ബാക്കിയുള്ളത് പെർമിറ്റേഷൻ സാധാ രീതി കണ്ടുപിടിക്കുക കേട്ടോ. ഇനി അതിൻ്റെ ബി പാർട്ട് നോക്കിയേ. ബി പാർട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഡു ദ വവൽസ് ഒക്വർ ടുഗദർ. വവൽസ് ഒരുമിച്ച് വരുന്ന എത്ര രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. വവൽസ് ഒരുമിച്ച് വരണമെങ്കിൽ മക്കളെ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒരു ബോക്സ് വരയ്ക്കുക. മസ്റ്റായിട്ട് ചെയ്തോണേ, ഒരു ബോക്സ് വരയ്ക്കുക, നിർബന്ധമായിട്ടും ഒരു ബോക്സ് വരച്ചോണം. ബോക്സ് വരയ്ക്കാതെ ചെയ്യാൻ നിങ്ങൾക്കറിയാം, പക്ഷേ ബോക്സ് വരയ്ക്കാതെ ചെയ്താൽ ചിലപ്പോൾ തെറ്റാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ബോക്സ് വരച്ച് ചെയ്യുക. എന്നിട്ട് വവൽസിനെല്ലാം കൂടെ പെറുക്കിയെടുത്ത് ആ ബോക്സിനകത്ത് ഇടുക. വവൽസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയുണ്ട്? ഈ ഐ ഉണ്ടല്ലേ, ഐ ഞാൻ എഴുതുവാണേ, ഐ, പിന്നെ ഓ രണ്ടെണ്ണം ഉണ്ട്, ട്രിഗോണോമെട്രി, ഇ ഉണ്ട് ഒരെണ്ണം, അത്രയല്ലേ ഉള്ളൂ. 1 ഐ ഉണ്ട്, 2 ഓ ഉണ്ട്, പിന്നെ എ ഐ ഒ ആണ്, അറിയാലോ അല്ലേടാ മക്കളെ, AEIOU അതാണ് വവൽസ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വരച്ചത് 1 2 3 4 ബോക്സ്, 4 എണ്ണം നമ്മൾ ഒരു ബോക്സിലാക്കി. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ബാക്കിയുള്ള ഓരോ ലെറ്റേഴ്സിനും ബോക്സിലാക്കുക. ബാക്കിയുള്ള ഓരോ ലെറ്റേഴ്സിനെയും ബോക്സിലാക്കുക. ഒന്ന്, 2, 3, 4, 5, 6, എത്ര വേണം? 6 4 4 ഇട്ടു, ഇനി ഒരെണ്ണം കൂടെ മതി. ഓക്കെ, ഇനി ബാക്കിയുള്ളതിനെ പെറുക്കി എഴുതിക്കണം മക്കളെ. AIOOE എഴുതി, ഇനി ടി എഴുതി, 6 ഐ എഴുതി ഓൾറെഡി ബോക്സിലിട്ടു, ജി ഓ ഇല്ല, N ഓ ബോക്സിലെഴുതി, M ഈ ബോക്സിലെഴുതി, ടി, പിന്നെ ഒരു 6, പിന്നെ ഒരു വൈയും കൂടി ഉണ്ട്, ഒരെണ്ണം കൂടി ഉണ്ടല്ലേ. ഓക്കെ, ഒന്നുകൂടെ എണ്ണി നോക്കാം. 4 1 5 6 7 8 9 10 11 12. ഓക്കെ, 12 വേർഡ്സ് ആയി മക്കളെ. വവൽസ് എല്ലാം കൂടെ ഒരുമിച്ച് ഞാൻ ഒരു ബോക്സിൽ ഇട്ടു. അപ്പം നിങ്ങളോട് പറഞ്ഞതാണ് വവൽസ് ഒക്വർ ടുഗദർ, വവൽസ് ഒരുമിച്ച് വരണം. ഇനി ഇതിങ്ങനെ അല്ലെങ്കിൽ നിങ്ങളൊരു വേറെ വല്ലതും ചോദിക്കാം, ഓ ഒരുമിച്ച് വരണം, അല്ലെങ്കിൽ ആർ ഒരുമിച്ച് വരണം എന്നൊക്കെ പറയുവാണെങ്കിൽ നിങ്ങളൊരു ബോക്സ് വരയ്ക്കുക. എന്നിട്ട് ആ പറഞ്ഞിരിക്കുന്നത് എന്താണ് അതെല്ലാം കൂടെ ഒരു ബോക്സിലാക്കുക. ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഐ ഒരുമിച്ച് വരണം അല്ലെങ്കിൽ ആർ ഒരുമിച്ച് വരണം എന്നൊക്കെ പറയുമ്പോൾ ഒരുമിച്ച് വരേണ്ടതെല്ലാം കൂടെ ഒരു ഒറ്റ ബോക്സിലാക്കി അങ്ങ് മാറ്റി വയ്ക്കുക. ബാക്കിയുള്ളതിനെല്ലാം അതിന് സെപ്പറേറ്റ് ബോക്സ് വരയ്ക്കുക. ഈ ബോക്സ് വരച്ച് ചെയ്യാൻ പറയേണ്ട കാര്യം എന്താ അറിയുമോ? ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ടി വെച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ബോക്സ് വരച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇത് ബോക്സ് വരച്ച് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റാൻ ചാൻസ് ഉണ്ട്. ഇനി നോക്കിയേ, ഇനി ഇതിൻ്റെ പെർമിറ്റേഷൻ കണ്ടുപിടിക്കണം. പെർമിറ്റേഷൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ എത്ര ബോക്സ് ഉണ്ട് ടോട്ടൽ? 1 2 3 4 5 6 7 8 9. ഞാനിപ്പോൾ എന്താ ചെയ്തത്? ഈ ഒരുമിച്ച് വെച്ചിരിക്കുന്ന ബോക്സും കൂടെ എണ്ണി. അതുകൊണ്ടാണ് ബോക്സ് ഞാൻ മസ്റ്റായിട്ട് എഴുതാൻ പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ബോക്സ് വരച്ചില്ലെങ്കിൽ നിങ്ങൾ ഇത് എണ്ണത്തില്ല. മനസ്സിലായോ? അതുകൊണ്ട് ബോക്സ് വരച്ച് ചെയ്യുമ്പോൾ എത്ര ബോക്സ് ഉണ്ടെന്ന് എണ്ണുക. 1 2 3 4 5 6 7 8 9. അപ്പോൾ എന്താണ്? 9 ഫാക്ടോറിയൽ ബൈ റിപ്പീറ്റ് ചെയ്യുന്ന ബോക്സുകൾ ഏതൊക്കെയുണ്ട് മക്കളെ? ഞാനിപ്പോൾ ടോട്ടൽ ബോക്സ് അല്ലേ എണ്ണിയത്. ഇനി റിപ്പീറ്റ് ചെയ്യുന്ന ബോക്സ് ഏതൊക്കെയുണ്ട്? റിപ്പീറ്റ് ചെയ്യുന്ന ബോക്സ്, ഈ ബോക്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. പിന്നെ ഏതാണ്? ടി 2 എണ്ണം ഉണ്ട്, ടി 2 എണ്ണം, സോ ടി 2 എണ്ണം 2 ഫാക്ടോറിയൽ. പിന്നെ ഏതാണ്? 6 ഉണ്ട് 2 എണ്ണം, 6 2 എണ്ണം. സോ റിപ്പീറ്റ് ചെയ്യുന്ന ബോക്സുകൾ ഞാൻ എഴുതി.
പറയുന്ന മനസ്സിലാണ്ടല്ലോ. റിപ്പീറ്റ് ചെയ്യുന്ന ബോക്സ് ടി 2 ബോക്സ് ഉണ്ട്, സോ 2 ഫാക്ടോറിയൽ. 6 രണ്ടെണ്ണം ഉണ്ട്, സോ 2 ഫാക്ടോറിയൽ. കഴിഞ്ഞിട്ടില്ല. ഇൻറ്റു, കാരണം എന്താ, നമ്മളിപ്പോൾ നോക്കിയത് ടോട്ടൽ ബോക്സിൻ്റെ കാര്യമാണ് നമ്മൾ നോക്കിയത്. ഇത് നമ്മൾ കെട്ടി വെച്ചിട്ടുണ്ട് ഒരു ബോക്സ് മാത്രമായിട്ട്, അല്ല വവൽസ് മാത്രമായിട്ട് ഒരു ബോക്സ് ഇത് ഇവിടെ മാത്രം മാറ്റി വെച്ചിട്ടുണ്ട്. സോ അതിൻ്റെയും കൂടെ ചെയ്യണം. അതിനകത്ത് എത്ര ഉണ്ട് മക്കളെ? 1 2 3 4 4 ഫാക്ടോറിയൽ ബൈ, അതിനകത്ത് എത്ര റിപ്പീറ്റ് ചെയ്യണുണ്ട്? 2 O ഉണ്ട്, സോ 2 ഫാക്ടോറിയൽ. ഇത്രയുള്ള പരിപാടി. ഇത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചുമ്മാ അങ്ങ് അടിച്ചു കൊടുക്കുക മക്കളെ, കറക്റ്റ് ആൻസർ കിട്ടും. നിങ്ങൾ കാൽക്കുലേറ്റർ ചെയ്യുമ്പോഴേ ഞാൻ പറയുന്ന പോലെ ചെയ്യുക. ഈ മുകളിലുള്ള രണ്ടും ബ്രാക്കറ്റ് ഇട്ടിട്ട് അടിച്ചു കൊടുക്കുക. ബ്രാക്കറ്റ് ഇട്ടിട്ട് 9 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ എന്ന് അടിക്കുക. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഡിവൈഡർ ബൈ ക്ലിക്ക് ചെയ്യുക. ഡിവൈഡർ ബൈ അടിച്ച ശേഷം വീണ്ടും ബ്രാക്കറ്റിൽ ഇത് മൊത്തം അടിച്ചു കൊടുക്കുക. 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആൻസർ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിൽ നിങ്ങളുടെ ആൻസർ തെറ്റും കേട്ടോ. നിങ്ങൾക്ക് കിട്ടിയ ആൻസർ 1088,640 എന്നാണെങ്കിൽ കറക്റ്റ് ഉത്തരമാണ് കിട്ടിയത്. 1088,640 എന്നാണ് കിട്ടിയെങ്കിൽ കറക്റ്റ് ഉത്തരമാണ്. 6 മാർക്ക് നിങ്ങൾക്ക് അവിടെ സിമ്പിളായിട്ട് കിട്ടി. 6 മാർക്ക് സിമ്പിളായിട്ട് കിട്ടി കേട്ടോ മക്കളെ. നെക്സ്റ്റ് 19ാമത്തെ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഫൈൻഡ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 f(x). അപ്പോൾ നമ്മളോട് ചോദിച്ചത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 f(x) കണ്ടുപിടിക്കാനാണ്. ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. പലർക്കും ടഫായിട്ടുള്ളൊരു ചാപ്റ്റർ എന്ന് പറയപ്പെടുന്നൊരു ചാപ്റ്ററാണ്. പക്ഷേ കൺസെപ്റ്റ് മനസ്സിലാക്കാതെ പഠിച്ചാൽ ടഫാണ്, മനസ്സിലാക്കി പഠിച്ചാൽ സിമ്പിൾ ചാപ്റ്റർ കേട്ടോ. അപ്പോൾ ഇവിടെ ഫസ്റ്റത്തിൻ്റെ ആൻസർ എഴുതണമെങ്കിൽ നിങ്ങളൊരു കാര്യം പഠിച്ചു വയ്ക്കണം, മസ്റ്റായിട്ട് പഠിച്ചു വയ്ക്കണം. ഇപ്പോഴേ എൻ്റെ കൂടെ തന്നെ പഠിച്ചോ. ലിമിറ്റ് എക്സ് ടെൻസ് ടു നിങ്ങൾക്ക് n എന്നാണ്, ടെൻസ് ടു n a എന്ന് എഴുതിയാൽ മതി. ടെക്സ്റ്റ് ബുക്കിൽ a എന്നാണ്. ഓക്കെ, അപ്പോൾ a എന്നിട്ട് പഠിച്ചാൽ മതി. ലിമിറ്റ് എക്സ് ടെൻസ് ടു a x റൈസ് ടു n മൈനസ് a റൈസ് ടു n ബൈ എക്സ് മൈനസ് a. ടെക്സ്റ്റ് ബുക്കിലെ അതേ ടേംസ് തന്നെയാണ് ഉപയോഗിച്ചത് കേട്ടോ. എക്സ് റൈസ് ടു n മൈനസ് a റൈസ് ടു n. ഓക്കെ, കാരണം നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആയിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ a തന്നെ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നോക്കിക്കോണേ, എക്സ് റൈസ് ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു a ഈക്വൽ ടു എക്സ് റൈസ് ടു n മൈനസ് a റൈസ് ടു n ബൈ എക്സ് മൈനസ് a ആണെങ്കിൽ അതിനൊരു ഇക്വേഷൻ ഉണ്ട്, n a റൈസ് ടു n മൈനസ് 1. ഇത് മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. ഇപ്പോഴേ എൻ്റെ കൂടെ ഇരുന്ന് പഠിച്ചോ മക്കളെ. ഇത് എഴുതി ബോക്സിലിട്ടോ. ലിമിറ്റ് എക്സ് ടെൻസ് ടു a എക്സ് റൈസ് ടു n മൈനസ് a റൈസ് ടു n ബൈ എക്സ് മൈനസ് a ഈക്വൽ ടു n a റൈസ് ടു n മൈനസ് 1. നിങ്ങൾ ഡെറിവേറ്റീവ്സിൽ ഈ സംഭവം പഠിക്കും കേട്ടോ. n a റൈസ് ടു n മൈനസ് 1 എന്നുള്ള ഒരു സാധനം പഠിക്കും കേട്ടോ. അപ്പോൾ ഇതിപ്പോഴേ മനഃപ്പാടമാക്കി വെച്ചോ. ലിമിറ്റ് എക്സ് ടെൻസ് ടു a എക്സ് റൈസ് ടു n മൈനസ് a റൈസ് ടു n ബൈ എക്സ് മൈനസ് a എന്ന് പറഞ്ഞാൽ n a റൈസ് ടു n മൈനസ് 1. മക്കളെ കൺഫ്യൂസിങ് ആകല്, പഠിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞുതരാൻ നോക്കിക്കോണേ. ലിമിറ്റ് എക്സ് ടെൻസ് ടു a എക്സ് മൈനസ് a ബൈ എക്സ് മൈനസ് a. ഇവിടെ മുകളിൽ എന്നും വന്നു കഴിഞ്ഞാൽ n a റൈസ് ടു n മൈനസ് 1 എന്ന് എഴുതണം. ഇതെന്തിനാണ് ഇത് പഠിച്ചതെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിക്കോണേ. ഒന്നുകൂടെ നമുക്ക് എഴുതാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു a എക്സ് റൈസ് ടു n മൈനസ് a റൈസ് ടു n ബൈ എക്സ് മൈനസ് a വന്നാൽ അതിനെ n a റൈസ് ടു n മൈനസ് 1 എന്ന് എഴുതാം. അത് എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഡയറക്റ്റ് എഴുതാൻ വേണ്ടിയാണ്. ഇപ്പം നിങ്ങളോട് ഇങ്ങനെ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് റൈസ് ടു 5 മൈനസ് 2 റൈസ് ടു 5 ബൈ എക്സ് മൈനസ് 2 വന്നാൽ, ശ്രദ്ധിക്കണേ, നോക്കിയാൽ തിരിച്ചറിയാൻ വേണ്ടിയാണ്. ഇവിടെ എക്സ് മൈനസ് a, ഇവിടെ എക്സ് മൈനസ് a, ഇവിടെ എക്സ് മൈനസ് 2 എക്സ് മൈനസ് 2 അങ്ങനെയാണ്. അത് മാത്രമല്ല ഇവിടെ a കണ്ടല്ലോ, ഇവിടുത്തെ a ആയിരിക്കണം ഇവിടുത്തെ a. ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ 2 ആയിരിക്കണം. ഇനി പവർ എന്തും വന്നോട്ടെ, നോ പ്രോബ്ലം. ഓക്കെ ആണല്ലോ, ഇത്ര ഓക്കെ ആണല്ലോ മക്കളെ. അങ്ങനെ വന്നാൽ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്നാണ് പറയുന്നത്, ശ്രദ്ധിച്ചോണം. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ ഇങ്ങനെയാണെങ്കിൽ വേറൊരെണ്ണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 എക്സ് റൈസ് ടു 4 മൈനസ് 5 റൈസ് ടു 4 ബൈ എക്സ് മൈനസ് 5. ഇപ്പോഴും നോക്കി 5 ആണ് ഇവിടെ എന്താണോ വന്നിരിക്കുന്നത് അത് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പവർ രണ്ടും 4 ആണ്. ഇങ്ങനെ വന്നാൽ മക്കളെ ഡയറക്റ്റ് ഒരു ആൻസർ എഴുതാൻ നിങ്ങൾക്ക് n a റൈസ് ടു n മൈനസ് 1. ഇവിടെ n എന്ന് പറഞ്ഞാൽ എന്താണ്? n എന്ന് പറഞ്ഞാൽ പവർ ആണ്. സോ പവർ ഇൻറ്റു a എന്ന് പറഞ്ഞാൽ അവിടുത്തെ നമ്പർ, പവർ ഇൻറ്റു ഇവിടുത്തെ നമ്പർ ഏതാണ്? നമ്പർ 2 റൈസ് ടു പവർ മൈനസ് 1. പവർ എത്രയാടാ? 5 അല്ലേ?
ആ 5 - 1 എന്ന് പറഞ്ഞാൽ 5 × 2 × 5 എന്ന് കുറച്ചാൽ 4. ഇതേറെ ഇൻറ്റു ചെയ്താൽ മതി. 16 × 5 അതാണ് ആൻസർ. 2⁴ 16 സോ 16 × 5 വരും നിങ്ങളുടെ ആൻസർ. സോ സിമ്പിളായിട്ട് 16 × 5 80 വരും. ഇനി ഇത് നോക്കാം. ഇതെന്ന് പറയുമ്പോൾ എന്ത് വരും? ആദ്യം പവർ ഇൻറ്റു ആ നമ്പർ ഇവിടുത്തെ നമ്പർ നോക്കിയാൽ നിങ്ങൾ പവർ ഇൻറ്റു ആ നമ്പർ റേസ് ടു പവറിൽ നിന്ന് 1 കുറയ്ക്കുക. പവർ എത്രയാണ്? 4 അല്ലേ? 4 നിന്ന് കുറയ്ക്കുക 3. സോ 5³ എന്ന് പറയുമ്പോൾ 125 വരും. 125 × 4 500. ക്ലിയർ ആയോ മക്കളെ? ക്ലിയർ ആയോ? ഈ ഒരു പ്രോപ്പർട്ടി പഠിച്ചോ നിങ്ങൾ? ഈ പ്രോപ്പർട്ടി വേണം നിങ്ങൾക്ക് ഇവിടെ എഴുതാൻ. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് കേട്ടോ. ഇനി ഇതെങ്ങനെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ നമുക്ക് നോക്കാം. f(x) ആണ് x⁴/16/x³ - 8. സോ ഞാൻ f(x) എടുത്ത് എഴുതുവാണേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ f(x) എടുത്ത് എഴുതുവാണ്. x⁴ - 16/x³ - 8. നമ്മളോട് ലിമിറ്റ് x → 2 കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ലിമിറ്റ് x → 2 f(x). അപ്പോൾ ഞാനിവിടെ എഴുതാൻ പോകണം നോക്കുകയാണ്. ഈ f(x)ന് പകരം ലിമിറ്റ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ലിമിറ്റ് x → 2 f(x) ആണ്. സോ ഞാനിവിടെ എഴുതാൻ പോകണം നോക്കുകയാണ്. ലിമിറ്റ് x → 2 f(x) എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ തന്നിട്ടുണ്ട് x⁴ - മക്കളെ ഈ 16 എന്ന് പറയുന്നത് 2⁴ അല്ലേ? ഈ 16നെ ഞാൻ 2⁴ എന്ന് എഴുതി. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല. ബൈ x³ മൈനസ് മക്കളെ ഈ 8 എന്ന് പറയുന്നത് 2³ അല്ലേ? ഓക്കെ ആണോ? 8നെ 2³ എന്ന് എഴുതി. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല. ഇനി നമ്മൾ പഠിച്ച പ്രോപ്പർട്ടി നമ്മൾ നോക്കുമ്പം x⁴ - 2⁴/x - 2 എന്നായിരുന്നെങ്കിൽ നമുക്ക് പ്രോപ്പർട്ടി ഉപയോഗിക്കാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അതേപോലെ താഴത്ത് x³ - 2³ x - 2 എന്നായിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടി ഉപയോഗിക്കാം. അങ്ങനെയല്ല. അപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന പരിപാടി നോക്കിക്കോണേ. മുകളിലും താഴെയും x - 2ൻ്റെ ഒരു കുറവുണ്ട്. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് മുകളിലും താഴെയും ഒരു x - 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. മുകളിലും താഴെയും ഒരു x - 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? മുകളിലൊരു സംഭവം ന്യൂമറേറ്ററിൽ ഒരു ഓപ്പറേഷൻ ചെയ്താൽ താഴത്തും അതേ ഓപ്പറേഷൻ ചെയ്യണം. അതേ ഉള്ളൂ പ്രശ്നം. അതേ ഉള്ളൂ കുഴപ്പം. അത് ചെയ്യാതിരുന്നാലുള്ള കുഴപ്പം. അത് ചെയ്തില്ലെങ്കിൽ പ്രശ്നമാണ്. പക്ഷെ ചെയ്താൽ ഓക്കെ, നോ പ്രോബ്ലം. കാരണം പഴയത് തന്നെ കിട്ടും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വ്യത്യാസം വരും നോക്കി. ലിമിറ്റ് x → 2 ഞാൻ ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ മുകളിലും താഴെയും x⁴ - 2⁴/x - 2 ബൈ അടുത്തത് x³ - 2³ x - 2. ലിമിറ്റ് ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് മുകളിലും താഴത്തും കൊടുത്തു. ലിമിറ്റ് നമുക്ക് മുകളിലും താഴെ സ്പ്ലിറ്റ് ചെയ്താൽ കൊടുക്കാം കേട്ടോ. നോ പ്രോബ്ലം. മക്കളെ അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ച പ്രോപ്പർട്ടി ആയില്ലേ? ഡയറക്റ്റ് നമുക്ക് ഇതിനെ എഴുതാൻ മേലെ എങ്ങനെ എഴുതാം? n⁴ n - 1. n എന്ന് പറഞ്ഞാൽ എന്താണ്? പവർ 4 ഇൻറ്റു a എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടുത്തെ നമ്പർ 2 റേസ് ടു പവറിൽ നിന്ന് 1 കുറയ്ക്കുക. പവർ എത്രയാണ്? 4. 4 നിന്ന് കുറച്ചാൽ 3 ബൈ താഴത്തും അതേപോലെ എഴുതാം. താഴത്ത് എന്താണ്? ആദ്യം പവർ ഇൻറ്റു പവർ എത്രയാണ്? 3 ഇൻറ്റു പവർ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. 3 ഇൻറ്റു ആ നമ്പർ എത്രയാണ്? 2 റേസ് ടു പവറിൽ നിന്ന് 1 കുറയ്ക്കുക. പവർ എത്രയാണ്? 3 അല്ലേ? 3 നിന്ന് കുറയ്ക്കുമ്പോൾ 2. ഓക്കെ അല്ലേടാ മക്കളെ? ഇത് നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം. അല്ല നിങ്ങൾക്ക് എഴുതിയിട്ട് കട്ട് ചെയ്ത് കളയാം. എന്ത് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എഴുതാൻ പോണത് 4 × 2³ 8 3 × 2² 4. സോ 4ഉം 8ഉം കൂടെ കട്ട് ചെയ്താൽ മിച്ചം 2. അപ്പോൾ ഇത് 4 × 2 8. 8/3 എന്ന് കിട്ടും നിങ്ങളുടെ ആൻസർ. മക്കളെ 8/3 എന്ന് കിട്ടും ഇതിൻ്റെ ആൻസർ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത്രയും കൺസെപ്റ്റ് അവിടെ അറിയണം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കൺസെപ്റ്റ് ഇവിടെ പറഞ്ഞത് കേട്ടോ. സോ 8/3 കിട്ടും നിങ്ങളുടെ ആൻസർ. സിമ്പിളായിട്ട് നമുക്ക് കിട്ടി. ഓക്കെ അല്ലേടാ മക്കളെ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഡയറക്റ്റ് f(x) കണ്ടുപിടിക്കാനാണ്. സോ നമുക്കൊന്ന് നോക്കാം അതെങ്ങനെ കണ്ടുപിടിക്കുമെന്ന് നോക്കാം. അവിടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ലിമിറ്റ് x → f(x) കണ്ടുപിടിക്കാനാണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നുണ്ടല്ലോ, തുടക്കം തന്നെ പറഞ്ഞിരിക്കുന്നത് ലിമിറ്റ് x → 2 f(x) കണ്ടുപിടിക്കാനാണ്. സോ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാം. ലിമിറ്റ് x → 2 f(x)ന് പകരം നമുക്ക് തന്നിരിക്കണം ഈ ക്വസ്റ്റ്യനിൽ f(x) ഇത് കണ്ടല്ലോ, അതങ്ങോട്ട് എടുത്ത് എഴുതാം. x², x < 2 2x x greater than 2
ഓക്കെ, ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കിക്കോണം മക്കളെ, എങ്ങനെ ചെയ്യാമെന്ന് നോക്കിക്കോണം. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ മസ്റ്റായിട്ട് എക്സാമിന് കാണും. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഇങ്ങനെ ഒരു നമ്പറിലേ വരയ്ക്കുക. എന്നിട്ട് ശ്രദ്ധിക്കണേ, ഇവിടെ 2ൻ്റെ അവിടെയാണ് ചേഞ്ച് വന്നിട്ടുള്ളത്. 2 എന്ന് പറയുന്ന പോയിന്റിലാണ് ഇവിടെ ഇവർ പറഞ്ഞിരിക്കുന്നത്. സോ 2 എന്ന് ഞാനിവിടെ അടയാളപ്പെടുത്തി. നമ്പർ ലൈനാണേ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്തേ നോക്കിക്കോണേ, ഇവിടുത്തെ ഫംഗ്ഷൻ സിമ്പിളായിട്ട് പറഞ്ഞാൽ മക്കളെ, 2വിനേക്കാളും ചെറുത് നോക്കിക്കോണേ, 2വിനേക്കാളും ചെറിയ എക്സുകൾക്ക് എന്താണ് ഫംഗ്ഷൻ? x². 2വിനേക്കാളും വലിയ എക്സുകൾക്ക് എന്താണ്? 2x. ഇത് മനസ്സിലായോ? അതേ നോക്കിക്കോണേ, 2നേക്കാളും വലുതെന്ന് പറഞ്ഞാൽ അറിയാലോ, ഇങ്ങോട്ട് തുറന്നിരിക്കുന്നു. സോ 2നേക്കാളും വലിയ എക്സുകൾക്ക് എന്താണ്? 2x. 2നേക്കാളും വലുതെന്ന് പറഞ്ഞാൽ ഇപ്പുറത്താണോ ഇപ്പുറത്താണോ? നിങ്ങൾ ചിന്തിക്ക്. 2നേക്കാളും വലിയ എക്സുകൾക്ക് 2x. 2നേക്കാളും വലുതെന്ന് പറയുമ്പോൾ ഇപ്പുറത്തല്ലേ? ഇനി കുറച്ചുകൂടെ സിമ്പിളായിട്ട് ഞാൻ പറയാം, ഇങ്ങോട്ടല്ലേ ആരോ പോലെ ഇരിക്കണം, ഇങ്ങോട്ട്. സോ ഇങ്ങോട്ടെന്ന് പറയുമ്പോൾ ഇപ്പുറത്താരാടാ? 2x. ഓക്കെ, ഇനി 2നേക്കാളും ചെറിയ എക്സുകൾക്ക്, 2ആണ് വലുത്, 2നേക്കാളും ചെറിയ എക്സുകൾക്ക് ആരാണ്? x² എന്ന് പറയും. ഇങ്ങോട്ട് ഇപ്പുറത്താരാണ്? x². ഇതിങ്ങനെ വരച്ച് വെച്ച് കഴിഞ്ഞാൽ പകുതി നിങ്ങളുടെ പരിപാടി കഴിഞ്ഞു. ഇനി സിമ്പിളായിട്ട് നമ്മൾ LHL RHL കണ്ടുപിടിക്കണം. എന്താണ് LHL, എന്താണ് RHL എന്ന് ഞാൻ പറയാം. ഞാൻ LHL കണ്ടുപിടിക്കാൻ പോകും. നമ്മൾ ലെഫ്റ്റ് സൈഡ് കണ്ടുപിടിച്ച പോലെ LHL എന്ന് പറയുമ്പോൾ ലിമിറ്റ് x ടെൻസ് ടു 2വിൻ്റെ ഇടത് സൈഡിലെ ഫംഗ്ഷനെയാണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്. 2വിൻ്റെ വലത് സൈഡിലെ ഫംഗ്ഷൻ റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. ഓക്കെ, അതാണ് LHL, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്. അതാണ് LHLൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിൻ്റെ ഷോർട്ട് ഫോം LHL. അപ്പോൾ ഞാനത് എഴുതണേന് ഇപ്പോൾ 2വിൻ്റെ ഇടത് സൈഡ് എന്ന് കാണിക്കാനായിട്ട് 2 മൈനസ് എന്നാണ് എഴുതുന്നത്. -2 നല്ലത്, 2വിൻ്റെ ഇടത് സൈഡ്. ഇനി RHL ആണെങ്കിലോ, RHLും ഇതേപോലെയാണ്, അത് നൊട്ടേഷനാണ് കേട്ടോ. ലിമിറ്റ് x ടെൻസ് ടു 2ൻ്റെ വലത് സൈഡ്. മക്കളെ മനസ്സിലായോ? 2വിൻ്റെ ഇടത് സൈഡിലെ ഫംഗ്ഷനും 2വിൻ്റെ വലത് സൈഡിലെ ഫംഗ്ഷനും എന്ന് പറഞ്ഞാൽ 2ൻ്റെ ഈ 2 അയൽക്കാരെ നമ്മൾ ഒന്നാണോ, അവർ ഒരുമിച്ച് ഒത്തൊരുമയുള്ള അയൽക്കാരാണോ എന്ന് കണ്ടുപിടിക്കുകയാണ് നമ്മുടെ പരിപാടി. അപ്പോൾ 2ൻ്റെ ഇടത് സൈഡ്, ഞാൻ വീണ്ടും പറയുന്നു, 2 മൈനസ് എന്ന് പറഞ്ഞാൽ -2 എന്നല്ല. അപ്പോൾ 2ൻ്റെ ഇടത് സൈഡിലെ ഫംഗ്ഷൻ ആരാണ്? x². 2ൻ്റെ വലത് സൈഡിലെ ഫംഗ്ഷൻ ആരാണ്? 2x. ഇത് കണ്ടുപിടിച്ചാൽ നമ്മുടെ ആൻസറായി. വേറൊന്നുമില്ല, ഈ 2 എടുത്ത് നേരെ എക്സിൻ്റെ സ്ഥാനത്തേക്ക് ഇട്ട് കൊടുക്കുക. -2 അല്ല, 2 നേരെ ഇട്ട് കൊടുക്കുക. അപ്പോൾ 2² എന്ന് വരത്തില്ലേ? എത്ര വന്നു? 4. അതേപോലെ ഇവിടെയും ഈ 2 എടുത്ത് എക്സിന് പകരം ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 ഇൻറ്റു എക്സിന് പകരം 2, സോ 4. അപ്പം നമുക്ക് എക്സിന് വാല്യൂ ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് മനസ്സിലായി 2 അയൽക്കാരും ഒത്തൊരുമയുള്ളവരാണ്. കാരണം LHLും 4ആണ്, RHLും 4ആണ്. സോ നമുക്ക് എഴുതി വെക്കാം LHL = RHL. അതുകൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും സെയിം ആണെങ്കിൽ നമ്മളോട് ചോദിച്ച ലിമിറ്റ് x ടെൻസ് ടു 2 f(x) എന്ന് പറഞ്ഞാൽ ആരാണ്? 4ആണ് ആൻസർ. സിമ്പിളായിട്ട് ആൻസർ കണ്ടുപിടിച്ചു. ക്ലിയർ ആയ മക്കളെ? നന്നായിട്ട് വീഡിയോ ഒന്നും കൂടെ കണ്ട് മനസ്സിലാക്കിക്കോണം കേട്ടോ. മനസ്സിലാക്കിക്കോണം, ഇത് ഉറപ്പാണ് ലിമിറ്റിൻ്റെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, നെക്സ്റ്റ് ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്, 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. അത് ചോദിച്ചിരിക്കുന്ന കോണിക് സെക്ഷനിൽ നിന്ന് എലിപ്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. കോണിക് സെക്ഷനിലെ എലിപ്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അത് ഞാൻ പറഞ്ഞ മസ്റ്റായിട്ട് ക്രിസ്മസ് എക്സാമിന് കാണും. എലിപ്സോ ഹൈപ്പർബോളയോ കാണും ഉറപ്പായിട്ട്. എലിപ്സോ ഹൈപ്പർബോളയോ പരാബോളയോ, എലിപ്സും പരാബോളയും മിക്കവാറും കാണും, അല്ലെങ്കിൽ ഹൈപ്പർബോളയും പരാബോളയും. അപ്പോൾ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട സർക്കിൾ പഠിച്ചിരിക്കണം, അത് 100% ഉറപ്പാണ്. എലിപ്സ് അല്ലെങ്കിൽ ഹൈപ്പർബോള, ഇതിലേതെങ്കിലും ചോദിക്കത്തുള്ളൂ. പരാബോള മസ്റ്റായിട്ട് ചോദിക്കാൻ സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് ഇത്തവണയും അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് എടുത്ത് എഴുതാം. 9x² + 16y² = 144. ഇതിനെ സ്റ്റാൻഡേർഡ് ഫോം ആക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. എല്ലാ സൈഡിലും ഈ റൈറ്റ് സൈഡിൽ 144 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇവിടെ 1 കിട്ടത്തില്ലേ? സോ ഇവിടെ 1 കിട്ടി. ഇവിടെ 16ഉം 144ഉം 36 ആണെന്ന് തോന്നുന്നു. 16 144 അല്ല 9 കട്ട് ചെയ്യുമ്പോൾ 9, 9ഉം 144 കട്ട് ചെയ്യുമ്പോൾ 16. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? കട്ട് ചെയ്ത് കളയാൻ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ അടിച്ചു കൊടുത്താലും മതി കേട്ടോ. x² / 16 + y² / 9 = 1. ഇങ്ങനെ കിട്ടി.
ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലായി ഇത് എലിപ്സിൻ്റെ ഏത് എലിപ്സാണ്? നിങ്ങൾക്ക് രണ്ട് തരത്തിലുള്ള എലിപ്സ് അറിയാം. രണ്ട് തരത്തിലുള്ള എലിപ്സ്. ഇങ്ങനെ ഒരു എലിപ്സ് ഉണ്ട്, ഇങ്ങനെ ഒരു എലിപ്സ് ഉണ്ട്. ഇതിൽ ഏത് എലിപ്സ് ആണെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ മക്കളെ, മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളേ. x² / a² + y² / b² = 1 ആണെങ്കിൽ നമ്മുടെ ഫസ്റ്റത്തത്. x² / b² + y² / a² = 1 ആണെങ്കിൽ രണ്ടാമത്തത്. എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ താഴെയാണ് വലിയ നമ്പർ എങ്കിൽ, ഇവിടെ എ എപ്പോഴും ഗ്രേറ്റർ ദാൻ ബി ആണ്. എക്സിൻ്റെ താഴെ വലിയ നമ്പർ ആണെങ്കിൽ ഫസ്റ്റത്തെ എലിപ്സ്, വൈയുടെ താഴെയാണ് വലിയ നമ്പർ എങ്കിൽ സെക്കൻഡ് എലിപ്സ്. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ താഴെ വലിയ നമ്പർ എങ്കിൽ ഫസ്റ്റ് എലിപ്സ്. അപ്പോൾ നമുക്കിത് മനസ്സിലായി, ഫസ്റ്റ് എലിപ്സ് ആണിത്. ഇതാണ് എലിപ്സ്. സോ എലിപ്സിൻ്റെ ഫോസൈ, വെർട്ടിസസ് ഇതെല്ലാം നിങ്ങൾ പഠിച്ചു വെക്കണം മസ്റ്റായിട്ട്. ഫസ്റ്റ് എലിപ്സിൻ്റെ, സെക്കൻഡ് എലിപ്സിൻ്റെ ഉള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടി പറയാം. ഫസ്റ്റ് എലിപ്സ് എന്ന് പറയുമ്പോൾ x² / a² + y² / b² = 1 ആണ് നമ്മുടെ ഫസ്റ്റത്തെ എലിപ്സ്. സെക്കൻഡ് എലിപ്സ് എന്ന് പറയുമ്പോൾ x² / b² + y² / a² = 1 ആണ് സെക്കൻഡ് എലിപ്സ്. എന്ന് പറഞ്ഞാൽ വൈയുടെ താഴെ വലിയ നമ്പർ വരുമ്പോൾ സെക്കൻഡും, എക്സിൻ്റെ താഴെ വലിയ നമ്പർ വരുമ്പോൾ ഫസ്റ്റ് ഒന്ന് തിരിച്ചറിയാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വെർട്ടിസസ് കണ്ടുപിടിക്കാൻ, ഇതിൻ്റെ വെർട്ടിസസ് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ, ± a0. ഇവിടെ വെർട്ടിസസ് എന്ന് പറയുമ്പോൾ അത് തന്നെ, ഇവിടെ വെർട്ടിസസ് 0 ± a വരുമെന്നേ ഉള്ളൂ. ഓക്കെ, ഇനി ഫോക്കസ് അല്ലെങ്കിൽ ഫോസൈ അല്ലെങ്കിൽ ഫോക്കൈ എന്ത് വേണമെങ്കിൽ പറയാം. അതെന്ന് പറഞ്ഞാൽ ± c0. ഇവിടുത്തെ ഫോക്കൈ അല്ലെങ്കിൽ ഫോസൈ ± c0. ഇനി എന്താ നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞേ? മേജർ, മൈനർ, ലാറ്റസ് റെക്ടം, എക്സിൻട്രസിറ്റി. ഓക്കെ, പിന്നെ ഇ എന്ന് പറയുന്ന സാധനമുണ്ട്, അതാണ് എക്സിൻട്രസിറ്റി. അതിനെ c/a എന്ന് പറയും ഇക്വേഷൻ. ഇവിടെയും എക്സിൻട്രസിറ്റിയുടെ ഇക്വേഷൻ c/a. പിന്നെ ലാറ്റസ് റെക്ടം, LR എന്ന് വിളിക്കാം. ലാറ്റസ് റെക്ടം 2b² / a. ഇവിടെയും LR എന്ന് പറയുമ്പോൾ 2b² / a. പിന്നെ ലെങ്ത് ഓഫ് മേജർ ആക്സിസ്, ലെങ്ത് ഓഫ് മേജർ ആക്സിസ് അതിവിടെ 2a ആണ്, ഇവിടെയും അത് തന്നെ 2a. അതേപോലെ ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് അതിവിടെ 2b ആണ്, സോ ഇവിടെയും 2b ആണ്. ഇത്ര സംഭവം പഠിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഒരു c എന്ന് പറയുന്ന സംഭവം ഉണ്ട്. c കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ √(a² - b²). ഇത്രയും പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മാർക്ക് വാങ്ങാൻ പറ്റും കേട്ടോ. ഇത്ര സംഭവം പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞു, ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ ഇത്? എക്സിൻ്റെ താഴെയാണ് വലിയ നമ്പർ, സോ ഫസ്റ്റത്തെയാണ്. ഉടനെ നിങ്ങൾ ഫസ്റ്റത്തേൻ്റെ ഇക്വേഷൻ എഴുതി വെക്കുക. ഫസ്റ്റത്തേൻ്റെ ഇക്വേഷൻ എന്താണ്? ഇതെന്ന് പറഞ്ഞാൽ x² / 16 + y² / 9 = 1 ആണ്. നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് ഇത് x² / a² + y² / b² എന്ന രീതിയിലാണ് കിടക്കുന്നത്. സോ ഇവിടെ a² എന്ന് പറഞ്ഞാൽ 16ഉം b² എന്ന് പറഞ്ഞാൽ 9ഉമാണ്. അതപ്പോൾ നിങ്ങൾ ആദ്യം എടുത്തെഴുത്. a² 16 ആണ്, അതേപോലെ b² 9 ആണ്. അല്ലേടാ മക്കളെ? അപ്പോൾ a² 16 ആണെങ്കിൽ a 4 അല്ലേ, b എന്ന് പറഞ്ഞാൽ 3 അല്ലേ? എയും ബിയും കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ c കണ്ടുപിടിക്കണം. c കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? √(a² - b²) എന്ത് കിട്ടും? √(a² 16 - b² 9, 16 √7 ആണ് c. അപ്പോൾ എയും ബിയും സിയും നിങ്ങൾ കണ്ടുപിടിച്ച് വെച്ചു. ഇനി നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഓരോന്ന് എഴുതി വെക്കാം. നമുക്ക് ഓരോന്ന് എഴുതി വെക്കാം. ഓക്കെ, ആദ്യം എന്താണ് ചോദിച്ചത്? വെർട്ടിസസ് ചോദിച്ചു. വെർട്ടിസസ് മക്കളെ ഫസ്റ്റ് ആണ്. സോ ഫസ്റ്റത്തെ ആകുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഈ ഒരു കോളമാണ്. ഇതിൻ്റെ അകത്ത് എല്ലാം അങ്ങ് അതേപോലെ എഴുതിയാൽ മതി. ഓക്കെ, ഫസ്റ്റത്തിനകത്ത് എല്ലാം അതേപോലെ എഴുതിയാൽ മതി. വെർട്ടിസസ് ± a0, ± a0. ഇവിടെ എന്താണ് a എന്ന് പറഞ്ഞത്? ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 4 ± 4 0. അടുത്തത് ഫോസൈ ± c0, അതും സിയും കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ± √7 0, അതും കഴിഞ്ഞു. അടുത്ത് എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്?
വെർട്ടിസസ് ഫോസൈ, പിന്നെ ലാറ്റസ് എക്സിൻട്രസിറ്റി. ഇ സി ബൈ എ. സി എന്താണ്? √7/a എന്ന് പറഞ്ഞാൽ 4. അതും കിട്ടി. ഇനി ലാറ്റസ് റെക്റ്റം LR. ലാറ്റസ് റെക്റ്റം 2b²/a. അപ്പോൾ 2 ഇൻറ്റു b² ദേ കിടക്കുന്നു, b² 9. 2 ഇൻറ്റു 9/a ദേ കിടക്കുന്നു 4. സോ 9 ഇൻറ്റു 2 വേണമെങ്കിൽ 2ഉം 4 കൂടെ വെട്ടിക്കളയാം. 2 സോ 9/2. ഓക്കെ. അടുത്തത് ലെങ്ത് ഓഫ് മേജർ ആക്സിസ്. ലെങ്ത് ഓഫ് മേജർ ആക്സിസ് നമുക്കറിയാം 2a ആണ് ഇക്വേഷൻ. സോ 2 ഇൻറ്റു a എന്ന് പറഞ്ഞാൽ ദേ 4. 2 ഇൻറ്റു 4 8. അതേപോലെ ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് 2b ആണ്. സോ 2 ഇൻറ്റു b എന്ന് പറയുന്നത് 3 ആണ്. 2 ഇൻറ്റു 3 6. ഇത്രയേ ഉള്ളൂ. ഇത്ര എഴുതി 6 മാർക്ക് നിങ്ങൾക്ക് കിട്ടിയാണ്. ഇത്രയും സംഭവങ്ങളേ ഉള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞില്ല, കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം. ഏതാണ്? ഫസ്റ്റത്തെ എലിപ്സ് ആണോ, സെക്കൻഡ് എലിപ്സ് ആണോ, മേജർ എന്താണ്, മൈനർ എന്താണ്, വെർട്ടിസ് എന്താണ്, അത് തിരിഞ്ഞു പോയി നിങ്ങൾ ഈ കോളത്തിലെ രണ്ടാമത്തേൻ്റെ ഏതെങ്കിലും എഴുതിയെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ മാർക്ക് പോലും കിട്ടത്തില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ കാര്യം സിമ്പിളായിട്ട് നമ്മൾ പഠിച്ചാൽ ആ മാർക്ക് 6 മാർക്ക് നമുക്ക് കിട്ടും. അപ്പം മസ്റ്റായിട്ട് നിങ്ങൾ എലിപ്സ് പഠിക്കുക. ഹൈപ്പർബോള ഇതേപോലെ തന്നെയാണ് കേട്ടോ മക്കളെ. ഹൈപ്പർബോള ഇതേപോലെ തന്നെയാണ്. പിന്നെ ഹൈപ്പർബോളയിലെ ഒരു പ്രത്യേകത വ്യത്യാസം എന്ന് പറഞ്ഞാൽ a² + b² വരും. ബാക്കി എല്ലാം ഇത് തന്നെ. ഇക്വേഷനും ചേഞ്ച് വരും. അതൊക്കെ നോക്കിക്കൊള്ളുക. സിമ്പിളായിട്ട് 6 മാർക്ക് വാങ്ങാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആയിരുന്നു കഴിഞ്ഞ തവണ ചോദിച്ചത്. അത്രയും സിമ്പിൾ പ്രതീക്ഷിക്കേണ്ടെങ്കിലും ഇതേ മോഡൽ തന്നെയൊക്കെ നിങ്ങൾക്ക് ചോദിക്കാൻ പോകണം കേട്ടോ. നന്നായിട്ട് ട്രൈ ചെയ്യാൻ മക്കളെ. നിങ്ങൾക്ക് ഏതെങ്കിലും ബുദ്ധിമുട്ടുള്ള ഭാഗം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. നമുക്കതൊന്ന് സ്പെഷ്യലായിട്ട് എടുത്ത് പഠിക്കാം. ഓക്കെ അല്ലേ? സെറ്റല്ലേ മക്കളെ? അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നിങ്ങൾക്ക് അതിന് മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക, ഞാൻ ചെയ്യാം. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം മക്കളെ. ഓക്കെ, ബൈ.